ഇയർ ആഘോഷത്തിന് ഗോവയിൽ പോയി കാണാതായ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. കുലശേഖരമംഗലം സ്വദേശി സഞ്ജയുടെ മൃതദേഹമാണ് ഗോവയിൽ നിന്ന് കണ്ടെത്തിയത്. ബന്ധുക്കൾ മൃതദേഹം തിരിച്ചറിഞ്ഞു. ഡിസംബർ 29-ന് ഗോവയിൽ പോയ യുവാവിനെ പുതുവത്സര ആഘോഷത്തിന് ശേഷം കാണാതാവുകയായിരുന്നു. ടോബി ജോൺസൺ കോട്ടയത്ത് നിന്ന് വിവരങ്ങൾ നൽകാനുണ്ട്. ടോബി, ഈ മൃതദേഹം മംഗലം സ്വദേശി സഞ്ജയുടേതാണ് എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ടോ? എന്തൊക്കെയാണ് വിവരങ്ങൾ? ടോബി ജോൺസനെ നമുക്ക് അല്പസമയത്തിനകം ടെലിഫോണിൽ കിട്ടും. ചെറിയ സാങ്കേതിക പ്രശ്നമുണ്ടായതാണ്. ന്യൂ ഇയർ ആഘോഷത്തിന് വേണ്ടി ഗോവയിൽ പോയി കാണാതായ യുവാവിന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത്. കുലശേഖരമംഗലം സ്വദേശി സഞ്ജയുടെ മൃതദേഹമാണ് ഗോവയിൽ നിന്ന് കണ്ടെത്തിയിരിക്കുന്നത്. ടോബി ജോൺസനുണ്ട്. ടോബി, ഇത് സഞ്ജയുടെ മൃതദേഹം തന്നെയാണ് എന്ന് തിരിച്ചറിഞ്ഞോ, സ്ഥിരീകരിച്ചോ? എന്താണ് പോലീസ് പറയുന്നത്? ഗോപി, തീർച്ചയായിട്ടും ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പാണ് ഈ ബോഡി സഞ്ജയുടെ തന്നെയാണെന്ന് തിരിച്ചറിഞ്ഞത്. ഇദ്ദേഹത്തെ കാണാനില്ലെന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഇന്നലെ രാവിലെ തന്നെ ബന്ധുക്കൾ അവിടെ എത്തിയിരുന്നു, ഗോവയിൽ എത്തിയിരുന്നു. തലയോലപ്പറമ്പ് പോലീസിൻ്റെ സഹായം കൂടി അവർക്കുണ്ടായിരുന്നു. തലയോലപ്പറമ്പ് സ്റ്റേഷനിൽ നിന്നുള്ള പോലീസ് ഉദ്യോഗസ്ഥരും കൂടി പോയിരുന്നു. അവിടെ ചെന്നപ്പോഴാണ് അറിഞ്ഞത്, ഇന്ന് രാവിലെയാണ് ഇത്തരത്തിൽ ഒരു മൃതദേഹം കടലിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് എന്നുള്ളൊരു വിവരം അറിയുന്നത്. അങ്ങനെ 10 കിലോമീറ്റർ അപ്പുറമുള്ള, അതായത് നിലവിലെ സ്റ്റേഷനല്ല, ഈ കാണാതെ പോയ മിസ്സിംഗ് സംഭവം നടന്ന സ്റ്റേഷനിലല്ല, മറ്റൊരു പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഇങ്ങനൊരു മൃതദേഹം കണ്ടെത്തിയിട്ടുണ്ട് എന്ന വിവരം ഇവർക്ക് ലഭിക്കുന്നത്. അങ്ങനെ അവിടേക്ക് ചെന്ന് ഏറെ നേരത്തെ ശ്രമങ്ങൾക്കൊടുവിലാണ് തിരിച്ചറിഞ്ഞത് എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. കാരണം കടലിൽ വീണ നിലയിലായിരുന്നു ഈ മൃതദേഹം കിട്ടിയത്. പോസ്റ്റ്മോർട്ടം നടപടികൾ എന്തായാലും ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. എന്താണ് മരണകാരണം, എങ്ങനെയാണ് ഈ മരണം സംഭവിച്ചത് എന്ന് അടക്കമുള്ള കാര്യങ്ങൾ ഇനി കണ്ടെത്തേണ്ടതുണ്ട്. കഴിഞ്ഞ 29-ാം തീയതിയാണ് സഞ്ജയും ഒപ്പം തന്നെ അവിടെയുള്ള നാട്ടിലുള്ള 2 കൂട്ടുകാരും കൂടി ചേർന്ന് ഗോവയിൽ പുതുവത്സരം ആഘോഷിക്കാൻ വേണ്ടി പോകുന്നത്. 31-ാം തീയതി അവിടെ ചെന്നു. 30-ാം തീയതി അവിടെ ചെന്നു. 31-ാം തീയതി അവർ ആഘോഷങ്ങളിൽ പങ്കെടുത്തു. 31-ാം തീയതി രാത്രിയിൽ ഇവർ ഒരു പ്രൈവറ്റ് ബീച്ചിലാണ് ഈ പുതുവത്സരം ആഘോഷിക്കാൻ വേണ്ടി തീരുമാനിച്ചത്. അവിടെ ചെന്നപ്പോൾ അവിടെ വെച്ച് സഞ്ജയനെ കാണാതെ പോയി എന്നുള്ള വിവരമാണ് കൂട്ടുകാർ പങ്കുവച്ചത്. തുടർന്ന് പോലീസിനോട് ഈ കാണാനില്ല എന്നുള്ള വിവരം ഗോവ പോലീസിനെ ധരിപ്പിച്ചിരുന്നു. അവിടെ പരാതി കൊടുത്തിരുന്നു. പക്ഷേ ഭാഷ അറിയാത്തത് കൊണ്ട് കൃത്യമായ വിവരങ്ങൾ പങ്കുവെക്കാൻ സാധിച്ചില്ല. അതിനുശേഷം ബന്ധുക്കൾ തലയോലപ്പറമ്പ് സ്റ്റേഷനിൽ വിളിച്ച് കാര്യങ്ങൾ പരാതിപ്പെടുകയും തലയോലപ്പറമ്പ് പോലീസ്, കോട്ടയം പോലീസ് ഈ വിവരം ഗോവ പോലീസിനെ നേരിട്ട് അറിയിക്കുകയും ചെയ്തതോടുകൂടിയാണ് നല്ല ഒരു അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ വന്നത്. അങ്ങനെയാണ് ഇന്ന് രാവിലെ ടോബി ജോൺസൺ ആണ് കോട്ടയത്ത് നിന്നും വിവരങ്ങൾ നൽകിയത്.